ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു സ്പെഷ്യൽ പുട്ടിൻ്റെ റെസിപ്പിയാണ്. ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഈസിയായി ഒരു 6-7 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ സ്പെഷ്യൽ പുട്ടിന് ഒരു കറിയുടെയും ആവശ്യമില്ല. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ്. ഇനി പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കി വന്ന കുറച്ച് ചോറ് ഫ്രീസറിൽ വെച്ച് ഇന്നെടുത്തതാണ്. ഫ്രീസറിൽ വെച്ചതുകൊണ്ട് ഓരോ ചോറും നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ചോറിലുള്ള വെള്ളം ഇതുപോലെ നന്നായി പിഴിഞ്ഞെടുക്കാം. ഒട്ടും ഈർപ്പമില്ലാതെ വേണം എടുക്കേണ്ടത്. നന്നായി പിഴിഞ്ഞെടുത്ത ഒരു ബൗൾ നിറയെ ചോറെടുത്തിട്ടുണ്ട്. ഒരു ചോറെടുത്ത് പ്രസ് ചെയ്യുമ്പോൾ അറിയാം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്കൊരു ചെറിയ ജാറിൽ കുറേശ്ശെയായി ഇട്ട് ചെറുതായി ഒന്ന് കറക്കിയെടുക്കാം. പൊടിച്ചെടുത്താൽ മതി, ഒരുപാടങ്ങ് അരച്ചെടുക്കരുത്. ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനെല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബൗളിൻ്റെ അരഭാഗത്തോളം ഗോതമ്പ് പൊടി കൂടി ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി പുട്ടിന് നമ്മൾ നനച്ചെടുക്കുന്നത് പോലെ കൈ കൊണ്ട് ഇതുപോലെ നനച്ചെടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചോറിലുള്ള ആ നനവ് കൊണ്ട് മാവ് നന്നായിട്ട് നനഞ്ഞു കിട്ടും. മിക്സ് ചെയ്തതിന് ശേഷം നനവ് കുറവാണെങ്കിൽ മാത്രം ഒരു സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് നനച്ചെടുക്കാം. അല്ലാതെ വെള്ളം ചേർക്കരുത്. ഇപ്പോൾ പുട്ടിന് നനച്ചെടുക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഒരു പുട്ട് ഊറ്റി എടുക്കുക. അതിനകത്തേക്ക് ആദ്യം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി അതിന് മുകളിലായി മാവ് നിറയ്ക്കുക. വീണ്ടും അതിന് മുകളിലായി തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മാവ് നിറയ്ക്കാം. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ തേങ്ങ ഇട്ട് മാവ് നിറച്ചിട്ടുണ്ട്. കൂടുതൽ തേങ്ങ ചേർത്തുണ്ടാക്കുന്ന ഈ പുട്ടിന് കറിയുടെ ആവശ്യമേ ഇല്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെന്ത ചോറായതുകൊണ്ട് നമുക്ക് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി ഏറ്റവും മുകളിലായി കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് മൂടി വയ്ക്കാം. ഈ സമയം ഞാനൊരു പുട്ടുകുടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലായി പുട്ട് ഊറ്റി വെച്ച് കൊടുക്കാം. പുട്ട് നന്നായി വെന്ത് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കുക. 5 മിനിറ്റ് ആയപ്പോൾ നന്നായി ആവി വരുന്നുണ്ട്. അപ്പോൾ പുട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒരു സ്റ്റിക്ക് കൊണ്ട് പുട്ട് നീക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സ്പെഷ്യൽ പുട്ട് റെഡിയായി കഴിഞ്ഞു. ബാക്കി വന്ന ചോറുകൊണ്ടുണ്ടാക്കിയ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ സ്പെഷ്യൽ പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ പുട്ട് കഴിക്കുമ്പോൾ ചോറുകൊണ്ടുണ്ടാക്കിയ പുട്ടാണെന്ന് തോന്നുകയില്ല. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇതുപോലെ തന്നെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വളരെ ഈസിയായി ഒരു 6 മിനിറ്റ് കൊണ്ട് നമുക്ക് പുട്ട് റെഡിയാക്കിയെടുക്കാം. എൻ്റെ സ്പെഷ്യൽ പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാനും മറക്കരുത്. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.